നടന്നു കഴിഞ്ഞാൽ തലയും മുഖവും ഒന്നും നനയൂല. പിന്നെ ഇവിടെ നാളിത് വാങ്ങിച്ചോണ്ട് വന്ന സർപ്രൈസ് ആയിട്ട് കൈ പിടിക്കാതെ കുട ചൂടാ. അതെ 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 അതെ, എന്തൊരു സൗകര്യം. അതാ നടക്കല്ലേല് ചവിട്ടിയിടാത്ത കേട്ടോ, മാറ്റിയിടാത്തത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കാറ്റ് വരുവാണെങ്കിൽ ഒട്ടും തന്നെ നനവില്ല. അമ്മയ്ക്ക് അത് വലിയ ഹര. അപ്പ എന്നോട് ചോദിക്കും എന്നാള് നമുക്ക് തെന്നി വീഴാതിരിക്കണ്ടേ അകത്തേക്ക് കേറി വരുമ്പോ. ഗുഡ് മോർണിംഗ്. മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന പ്രഭാതമാണോ ഇഷ്ടം, മഞ്ഞ് ഇങ്ങനെ പെയ്തിറങ്ങുന്ന പ്രഭാതമാണോ ഇഷ്ടം? കമന്റ് ചെയ്യണേ. അമ്മേനെ കാണാനില്ലല്ലോ. നല്ല മഴ തന്നെയുണ്ട്. ഞാനിതിങ്ങനെ തലയിലത് ഇതാവാതിരിക്കാൻ നെറ്റിയുടെ അവിടെ വെച്ചത് വെച്ചേക്കണം. ഞാൻ ടെറസ് മുകളിൽ കയറി ചിറങ്ങി വന്ന അപ്പോഴാ ഞാൻ ഓർത്ത് ഇതെടു വെച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാലോന്ന്. ഇത് വെച്ച് നടന്നു കഴിഞ്ഞാൽ തലയും മുഖവും ഒന്നും നനയൂല. പിന്നെ അടിഭാഗത്തേക്ക് കുറച്ച് നനഞ്ഞിരിക്കും. അതിപ്പോ മഴക്കാലത്ത് അല്ലെങ്കിലും നനയൂലോ. കൈ വളരെ ഇതായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇത് ഏറ്റവും ആദ്യം കണ്ടത് ഞങ്ങളുടെ അയൽപക്കത്തെ സുനിൽ വെച്ചോണ്ടാ, ഒരു 3-4 കൊല്ലം മുമ്പ്. അന്ന് ഞാൻ മനസ്സിലാക്കി ഇത് ഒരെണ്ണം വേണമെന്നുള്ളത്. പിന്നെ ഇവിടെ നാളിത് വാങ്ങിച്ചോണ്ട് വന്ന സർപ്രൈസ് ആയിട്ട്. അന്നേരമാണ് ഇത് നല്ല അനുഗ്രഹപ്രദാട്ടോ. വേനൽക്കാലത്ത് എനിക്ക് ഇച്ചിരി മഴ നനഞ്ഞു എന്ന് ഓർത്തൊന്നും ഒന്നും എനിക്കും സംഭവിക്കാൻ പോണില്ല. ഒരു ജലദോഷം അങ്ങനെയുള്ളതൊന്നും ദൈവം അനുവദിച്ച് അധികം എനിക്ക് വരുത്താറില്ല. പിന്നെ വേറെ അസുഖങ്ങളൊക്കെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കും. അല്ലാണ്ട് ഇച്ചിരി മഴ നനഞ്ഞു എന്ന് പറഞ്ഞ് ഓടി അകത്തേക്ക് കയറാനും ഇച്ചിരി വെയിൽ കൊണ്ടാ എനിക്ക് മഹാ ഇറിറ്റേഷൻ. ഇന്നിപ്പോ വേനൽക്കാലത്തും ഈ സാധനം വെച്ച് നമുക്ക് മുറ്റത്തോടെയും പറമ്പിക്കടെയൊക്കെ നടക്കാൻ താല് വെയിലടിക്കാതിരിക്കാൻ. എനിക്ക് വെയിലടിച്ചാലാ കൂടുതൽ ശല്യം. മഴ പെയ്ത് കഴിഞ്ഞ് എനിക്ക് വലിയ ബുദ്ധിമുട്ട്. ശല്യം ഉണ്ട്, ഈർച്ചയാ മൊത്തം. പക്ഷെ എനിക്ക് അതുകൊണ്ട് ജലദോഷമോ ചുമയോ അങ്ങനെയുള്ളതൊന്നും അധികം പിടിപെടാറില്ല. പിടിപെട്ടാ പിന്നെ കുറെ കഴിഞ്ഞ് മാറുവോളെന്ന് മാത്രം. നടന്നുകൊണ്ട് അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പൊ ഞാൻ കാർ ഷെഡിൽ കരികില ഉണ്ടോ നോക്കട്ടെ. മിറ്റം നിറച്ച് കരികിലയാ. ഇനിയിപ്പൊ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മഴക്കാലത്ത് ഒരു കാര്യമില്ല. കാർ ഷെഡിൽ കാറ് കിടന്നിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. വലിയ കരികില ഇല്ല. 2-3 ദിവസം മുമ്പ് കാർ ഇറക്കിയപ്പോ അടിച്ചതാ. അമ്മയ്ക്ക് ഇപ്പൊ കൈ പിടിക്കാതെ കൊട ചൂടാ. അതൊക്കെയാണ് സംഭവങ്ങള്. കൈ പിടിക്കാതെ കൊട ചൂടാ. അതെ 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 അതെ, എന്തൊരു സൗകര്യം. ഇനി ഞാൻ പുറകുവശത്തോടെ കയറി വരാം. ഇതിലെ കയറിയ തെന്നും നടക്കല്ലേലൊക്കെ ചവിട്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പടി വെള്ളം ഇറിച്ചിലും അടിച്ച് നനഞ്ഞ് പിന്നെ അകത്തേക്ക് കയറുമ്പോ എല്ലാം വൃത്തികേടാവും. അതാ നടക്കല്ലേല് ചവിട്ടിയിടാത്ത കേട്ടോ, മാറ്റിയിടാത്തത്. ഇതിലേ വരാം. പുറത്ത് നല്ല മഴയാണ്. നമ്മളൊരു 2 ആഴ്ച മുന്നേ നമ്മുടെ ബിർള ഓപ്പോസ് റൂഫിൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾ ഡ്രൈ എന്ന് പറഞ്ഞ സാധനം. ഇതിന്റെ നേരെ മുകളിലാണ് അടിച്ചത്. ഇപ്പോൾ ശക്തമായ മഴ തുടങ്ങി. ഇപ്പൊ നല്ല ശക്തമായ മഴ. ഇതുവരെ ലീക്കൊന്നും നമുക്ക് വന്നിട്ടില്ല കേട്ടോ. ഒട്ടും ലീക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ആ സംഭവം ഇഫക്റ്റീവ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? കണ്ടോ, ഒരു സ്ഥലത്ത് പോലും ലീക്കേജ് ഇല്ല. പുതിയ വാർക്ക അന്നേരം വാർക്ക പുതിയതാണ്, അത് സത്യമാണ്. പക്ഷെ എങ്കിലും ശക്തമായ മഴ പെയ്യുമ്പോഴേ ഈ ജോയിൻസിലൊക്കെ ഒന്ന് പനിച്ചു വരാറുണ്ട്. പക്ഷെ അത് അടിച്ചതിന് ശേഷം ഒട്ടും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും സംഭവം ഇഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ബിർള ഓപ്പോസിന്റെ ഓൾ ഡ്രൈ ആണ് നമ്മൾ അടിച്ചത്, റൂഫിലടിക്കുന്നത്. അത് നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിന്റെ താഴെ പോസ്റ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഇതിന്റെ നേരെ മുകളിലാണ് അടിച്ചേക്കണേ. ആദ്യത്തെ കോട്ട് 50% വെള്ളം ചേർത്ത് അടിക്കാനാണ് അവർ പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ ഒട്ടും വെള്ളം ചേർക്കാതെ വെർട്ടിക്കലായിട്ടും, മൂന്നാമത്തെ ഒട്ടും വെള്ളം ചേർക്കാതെ ഹൊറിസോണ്ടലായിട്ടും. നമ്മൾ ജോയിൻസിന് മാത്രമേ 3 കോട്ട് അടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും 2 കോട്ടാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പുറത്തെ ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു കുറച്ച് ഏരിയയിൽ മാത്രമേ ഇടാൻ പറ്റാത്തതായിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമ്മളിത് അടിച്ചേക്കുക. ഇവിടെ സ്റ്റെയർ കേസ് ഉള്ളത് കൊണ്ട് ഇടാൻ പറ്റൂല. സ്റ്റെയർ കേസ് ഉള്ളതുകൊണ്ടാണ് ഇതിന്റെ മുകളിൽ നമുക്ക് ഷീറ്റ് ഇടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത് അടിച്ചേക്കുക. ഗുണം ഉണ്ടായതായാലും കേട്ടോ, ഇത്രയും തോരാമഴ പെയ്തിട്ടേ. ഇപ്പം നിങ്ങൾ കണ്ട ആ വർക്ക് ഏരിയയുടെ മുകൾ ഭാഗമാണ് ദേ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാവുള്ളൂ. ആ ഒരു ജോയിൻറ്റിലെ ആ ഭാഗത്ത് നമ്മൾ 3 കോട്ട് അടിച്ചിട്ടുണ്ട്. ഒരു വര പോലെ കാണുന്നില്ലേ?
ഇതിപ്പോൾ ഒരു മഴ പെയ്ത് തോർന്നേ ഉള്ളൂ, ആ സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ജോയിൻ്റ് അല്ലാത്ത ഭാഗങ്ങളിൽ നമ്മൾ 2 കോട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞാൽ മതി, ഞാൻ ആ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു ആ ഒരു അവസ്ഥ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് കാണിച്ചാൽ കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഈ ഭാഗത്തൊക്കെ നമ്മൾ മുകളിലെല്ലാം ഷീറ്റ് ഇട്ടിട്ടുണ്ട്. കാറ്റിങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ട് വരും മഴ, അതാണ് ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേ കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ആ മഴ വെള്ളമൊക്കെ കുറച്ച് നിലത്ത് വീണ് കിടപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ഒഴുകിപ്പോയി തീർന്നോളൂ കേട്ടോ. എന്നാലും നമുക്ക് പ്രശ്നമില്ല, താഴെ ഒരു തുള്ളി പോലും ആ നനവ് വന്നിട്ടില്ല കേട്ടോ. താഴത്തെ ഭാഗം നിങ്ങൾ കണ്ടതല്ലേ. അന്നത്തെ ദിവസം ഫുൾ മഴ പെയ്ത ഒരു ദിവസമായത് കാരണം ഒരുപാട് ചിത്രങ്ങൾ എടുക്കാനായിട്ട് പറ്റി. ഈ ഓടിന് മുകളിലേക്ക് മഴ പെയ്യുന്ന കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് മഴ പെയ്യുമ്പോഴും ഓരോ ഭംഗിയാണ് കേട്ടോ. ഇത് പുളിയിലയിലേക്ക് മഴ ഇറങ്ങുന്നത്. നമ്മുടെ ചാമ്പ ഇത്തവണ കാലം തെറ്റിയാണ് ഉണ്ടായത്, അതിലേക്ക് മഴ പെയ്തിറങ്ങുന്നു. കർട്ടൻ ഇട്ട് ഈ ഫ്രണ്ടിലെ കർട്ടൻ ഇട്ട് കഴിഞ്ഞിട്ട് പല പ്രാവശ്യം മഴ പകലും ഒക്കെ പെയ്തു, കാറ്റും ഒക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ കാലത്തെ 10 മണിക്ക് ശേഷം, അതായത് ഇന്ന് ശനിയാഴ്ച അല്ലേ, ഡേറ്റ് എത്രയാ മോനെ? 21, 28, 27. ഇന്ന് കാറ്റടിച്ച് മഴയൊക്കെ ഉണ്ടായി. ഇപ്പൊ പടിഞ്ഞാറ് വശത്തു നിന്നായിരുന്നു കാറ്റ് വന്നത്, കിഴക്ക് വശത്തു നിന്ന് അധികം കാറ്റുണ്ടായില്ല. അപ്പൊ കിഴക്ക് വശത്തു നിന്ന് കാറ്റുണ്ടാവാതിരുന്നതുകൊണ്ട് നടക്കല്ലേൽ മാത്രം വെള്ളം വീണിട്ടുണ്ട്. അവിടെ മഴ പെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നടക്കല്ലേൽ വീഴുന്ന വെള്ളം എടുത്തോ അല്ല കാണിച്ചോ. പിന്നെ ഈ ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല, ഇവിടെയൊക്കെ കുറച്ച് താന്ന് കിടക്കാത്തതുകൊണ്ട് ഇച്ചിരിയൊക്കെ നനയും, എന്നാലും വലിയ വിഷയങ്ങളില്ല. ഇപ്പൊ കിഴക്ക് വശത്തുനിന്ന് കാറ്റ് വരുവാണെങ്കിൽ ഇങ്ങോട്ട് വെള്ളം അടിച്ചു കയറും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞാൽ നടക്കല്ല് അവിടെ നിന്ന് ഡയറക്റ്റ് കാറ്റ് വന്നാൽ ഊത്തലിങ്ങനെ കൊണ്ടുവരും, എന്നാലും വെള്ളം ഒഴുകൂല, നനയും ഒന്ന്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കാറ്റ് വരുവാണെങ്കിൽ ഒട്ടും തന്നെ നനവില്ല, കാരണം ഇതിങ്ങനെ മറയായിട്ട് കിടക്കുമല്ലേ. പിന്നെയും ഇത് കർട്ടൻ കിടന്ന് ഇങ്ങനെ ആടിയൊലയും, കാരണം എന്ന് വെച്ചാൽ കാറ്റിങ് വരുമ്പോൾ ഇതിങ്ങനെ ദേ ഗ്യാപ്പ് ഇങ്ങനെ അടിയൊലയും, ഇങ്ങനെ അങ്ങനെ ഒലയും. അപ്പം അവിടെ നിന്ന് കാറ്റ് വന്നതുകൊണ്ട്, പടിഞ്ഞാറ് വശത്തുനിന്ന് കാറ്റ് വന്നതുകൊണ്ട് ആ ഭാഗത്ത് നടക്കല്ലേന്ന് വെള്ളം അടിച്ച് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അതിപ്പോൾ അങ്ങ് വലിഞ്ഞു തുടങ്ങി. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ കാറ്റ് വരുമ്പോൾ വെള്ളം അടിച്ച് കയറും. നടക്കല്ലാണ് ശരിക്കും നനയണത്. നടക്കല്ലേന്ന് ഊത്തൽ ഇങ്ങനെ തുറന്ന് ഈ 2 ഭാഗവും കിടക്കണോണ്ട് ഊത്തൽ കയറും. പക്ഷെ സെന്റർ ഭാഗം ക്ലീൻ ആയിട്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സെന്റർ ഭാഗത്ത് നനവങ്ങനെ വന്നില്ല, അതിങ്ങനെ മറഞ്ഞു കിടക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും. ഞങ്ങൾ പകൽ സമയം സെന്ററിൽ, ചില ദിവസം സെന്ററിലുള്ള കർട്ടൻ വെയിലുള്ള സമയം അങ്ങ് പൊക്കി വെക്കും, ചില ദിവസം അപ്പുറത്തെ സൈഡിലുള്ളത് പൊക്കി വെക്കും. ഏതെങ്കിലും ഒരെണ്ണം പൊക്കി വെക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചവും വെയിലും കയറാൻ വേണ്ടി. നമുക്ക് ആ വശത്തെ ഒന്ന് പൊക്കിയാലോ? അമ്മയ്ക്ക് അത് വലിയ ഹര. അപ്പ എന്നോട് ചോദിക്കും എന്നാള്, ഈ സെന്ററിൽ മാത്രം പൊക്കിയാൽ പറയും. ഞാൻ പറഞ്ഞു അതല്ല, എപ്പോഴും സെന്റർ പിടിച്ച് വലിക്കണ്ട, ഓരോന്നേ മാറ്റി അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഓരോന്നേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റും കയറും വെളിച്ചവും കയറും. മറ്റേ വീടിന്റെ ഭംഗി പോകുന്നുള്ള സത്യമാണെങ്കിലും നമുക്ക് തെന്നി വീഴാതിരിക്കണ്ടേ അകത്തേക്ക് കയറി വരുമ്പോ. നടക്കല്ലിപ്പം നിവൃത്തിയില്ല, ഈ ഭാഗം ഏതായാലും ക്ലീൻ ആയി കിട്ടി എനിക്ക്. അപ്പൊ നിങ്ങൾ പറഞ്ഞായിരുന്നു ഇതിന്റെ അപ്ഡേഷൻ പറയണം മഴ പെയ്ത് കഴിഞ്ഞപ്പോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതെ, ഈ ഭാഗത്ത് നനഞ്ഞാട്ടോ കിടക്കണത്, അവിടെ നിന്ന് കാറ്റ് വന്നതിന്റെ. അപ്പൊ ഇത് വലിക്കട്ടെ. അവിടെ ഇപ്പൊ നമ്മള് മുകളിൽ ഷീറ്റ് ഇട്ടാൽ കൂടിയും കാറ്റ് വരുമ്പോ ശക്തമായിട്ടാ കാറ്റ് വരുന്നത്. എങ്ങനെ ഷീറ്റ് പർഗോള പോലെയുള്ള അത് ഇട്ടാലും അവിടെ നിന്ന് ഭയങ്കര ശക്തിയില്ല, എന്ത് ചെയ്താലും കാറ്റടിക്കും. അതിന് മാർഗ്ഗമില്ല, വേറെ ഒന്നും ചെയ്യാൻ മാർഗ്ഗമില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറേ ശ്രമിച്ചതാ പല സംഗതിയും. പക്ഷേ കാറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഫ്രണ്ടിൽ പാട ഏരിയ, സൈഡിലൊക്കെ പാടായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും ഭയാനകമായ കാറ്റാണ് ഇവിടെ. അതാണ് ഈ മരങ്ങളൊക്കെ കടപഴകി വീഴുന്നതും കൊമ്പൊടിയണതും അല്ല. ദേ ഇതാണ് അമ്മയുടെ ഹരം. ഒരു രാവിലെ ഇതാ പൊക്കി വെച്ചേക്കണെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഇത് താത്തിയിട്ട് നടുക്കുള്ളത്. രാവിലെ ഇത് പൊക്കുവാണെങ്കിലേ ഉച്ചയാകുമ്പോ ഇത് താത്തും, എന്നിട്ട് അപ്പുറത്തെ പൊക്കും. പിന്നെ അന്നത്തെ ദിവസം സെന്റർ പൊക്കൂല, പിന്നെ വൈകുന്നേരം അത് താത്തിയിടും, പിറ്റേ ദിവസം സെന്റർ പൊക്കും. അങ്ങനെയാ. ദേ ഞാൻ റൈറ്റിലേക്ക് തിരിക്കുക. അത് തിരിച്ചിട്ട് വർത്താനം പറയണ നല്ലത്. അതിനെന്നെ ചുമ്മാ തൊട്ടാ മതി തിരിയാ. ദേ ഓക്കെ ഓക്കെ. ഇതാണ് കാറ്റില്ലാതെ മഴ ഇങ്ങനെ നിന്ന് പെയ്യുമ്പോൾ ഉള്ളൊരവസ്ഥ. കണ്ടോ, അവിടെ എവിടെയായിട്ട് മഴച്ചാറ്റിൽ ഇങ്ങനെ നിലത്ത് വീണ് കിടപ്പുണ്ട്. കർട്ടൻ നമുക്ക് നിലം വരെ ഇടാൻ പറ്റില്ല കേട്ടോ, കാരണം അത് കാറ്റ് കൊണ്ടുപോകും, അത്രയും കാറ്റാണ്. പറഞ്ഞല്ലോ അതിനെ പറ്റിയിട്ട്. പിന്നെ അതെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ എവിടെയായിട്ട് മഴച്ചാറ്റിൽ ഇങ്ങനെ കിടക്കുന്നത്.
ഈ ഹൈ റേഞ്ചിലൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഇങ്ങനെ നൂഡിൽസൊക്കെ കഴിക്കുന്ന പല വീഡിയോസും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി കേട്ടോ. അപ്പോൾ ഇങ്ങനെ തോരാ മഴ പെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ ചൂട് നൂഡിൽസ് ഊതി ഊതി കഴിക്കാൻ എന്ത് രസമാണെന്നറിയോ. ചുമ്മാ കേട്ടോ, ചുമ്മാ അല്ല, അത് കുറേയൊക്കെ ശരിയാണ്. ചൂടുള്ള എന്ത് ഐറ്റംസും നമുക്ക് ഈ മഴ പെയ്യുമ്പോൾ കഴിക്കാനും രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഓപ്റ്റ് ചെയ്തത് നൂഡിൽസ് ആണെന്ന് മാത്രം. കുറച്ച് ലെസ് സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അധികം സ്പൈസി എനിക്ക് അത്ര ഇഷ്ടമല്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരു പഴയ ഡയലോഗാണ് ഓർമ്മ വരുന്നത്, ഗുപ്തന് ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടമെന്ന്. അതുപോലെ തന്നെ നല്ല ചൂട് നൂഡിൽസ് ഞാൻ ഇങ്ങനെ ഊതി ഊതി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ മനോഹരമായ ദിവസം അവസാനിക്കുകയാണ്. മനോഹരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മഴ പെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ മഴയെ അത്രമേൽ പ്രണയിക്കുന്നു.